ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇത് മസ്റ്റ് ബി ട്രൈ. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇക്കാൻ്റെ ഏട്ടൻ നാളെ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കാക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ ഈ അച്ചാർ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം കാക്കത് കൊണ്ടുപോയിട്ട് അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞേ. അപ്പോൾ ഈ പ്രാവശ്യം ഇതന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നല്ല നാര് പോലെ നല്ല ജ്യൂസി ആയ അച്ചാറാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുക്കറിൽ ഒരു 2-3 വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നേരിട്ട് തന്നെ എണ്ണയിലിട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ലോങ് ടൈം കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ചാർ ഉണ്ടാക്കുന്നതും ഫ്രൈ ചെയ്യുന്നതൊക്കെ നല്ലെണ്ണയിൽ തന്നെയാണ്. ഞാനിവിടെ 1.5 കിലോ ബീഫാട്ടോ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഉലുവ ലൈറ്റ് ഫ്ലെയിമിലിട്ടിട്ട് വറുത്തിട്ട് പൊടിച്ച് മാറ്റി വെക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കില്ല കേട്ടോ. നമ്മൾ ഫ്രീസറിലല്ലാതെ തന്നെ പുറത്ത് തന്നെ ഒരു 3-4 മാസം കേടാതെ സൂക്ഷിക്കാനുള്ള പരുവത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇറച്ചി പൊരിച്ച അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ ഐറ്റംസും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു പാനിലേക്ക് അതൊന്ന് കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അത് പൊട്ടുന്ന പരിവാകുമ്പോൾ നമ്മൾ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളി കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ക്ഷമയോടെ ചെയ്യേണ്ട പരിപാടിയാണ് ഈ അച്ചാറിടൽ. നല്ല ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിരിക്കണേ. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഐറ്റംസ് പകുതിയാക്കിയിട്ട് പകുതി ഭാഗം നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഇതാ ഈ പരുവത്തിന്. പിന്നെ ആ എണ്ണയ്ക്ക് തന്നെ നമ്മൾ കടുക് ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കുക. ക്രഷ് ചെയ്ത് മാറ്റി വെച്ചാൽ അതും ചേർക്കുക കേട്ടോ. നല്ല ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കാശ്മീരിയോ സാധാ മുളക് പൊടിയോ ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ അച്ചാർപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ല ഇളക്കി മിക്സ് ചെയ്ത് ആ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പൊടികളൊക്കെ വഴറ്റുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കാൻ മറക്കണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർക്കുക. ഫ്രൈ ചെയ്ത ജിഞ്ചർ ഗാർലിക് എല്ലാം ചേർക്കുക. ആവശ്യത്തിനുള്ള വിനാഗിരിയും ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതെല്ലാം നോക്കണം. ഗ്രേവിക്ക് ആവശ്യമുള്ള തിളച്ച വെള്ളം മാത്രം ചേർക്കുക. നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടിയില്ലേ, അതും ആവശ്യത്തിനുള്ളത് ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഉപ്പ് ആവശ്യമുള്ളതൊക്കെ നോക്കി ചേർത്ത് ആവശ്യത്തിനുള്ള കായപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം. ഇനി നല്ലോണം തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലാക്കാം കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി അച്ചാറാണ്. ലോങ് ടൈം കേടാവാതെ നിൽക്കും കേട്ടോ.